ശ്രീകൃഷ്ണ വേണുഗാനമൂർത്തേ ശ്രീകൃഷ്ണ വേണുഗാനലോല ത്രിഭുവനപാല പാഹി ഗാനമൂർത്തേ. നല്ലതിനെയൊന്നും മലയാളത്തിന്റെ മണ്ണിൽ തഴയ്ക്കാൻ വിടില്ലെന്ന ഒരുതരം വാശി കേരളീയർക്കുള്ളതായി പോങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം അതിജീവനത്തെ വളരെ കഷ്ടതയിലാക്കാൻ കഴിയുന്നത്ര ഉന്നതമായിട്ടുള്ള സൈദ്ധാന്തിക സിദ്ധിയോടുകൂടിയാണ് പ്രബുദ്ധ കേരളത്തിലേക്ക് ശ്രീ ടി ജി മോഹൻദാസ് ജനിച്ചു വന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു അപകട മേഖലയിലേക്ക് കടക്കുകയാണ്. സ്വാർത്ഥബുദ്ധിയും വിധേയത്വബോധവും മാത്രമുള്ള വ്യാജ ഉൽപ്പതിഷ്ണുക്കളെ ആഘോഷിക്കുന്ന കേരളം സാമൂഹ്യബുദ്ധിയും പൗരബോധവുമുള്ള അസൽ ഉൽപ്പതിഷ്ണുവായിട്ടുള്ള ടി ജി സാറിനെ വളരെ ശ്രദ്ധയോടുകൂടി ബോധപൂർവം അവഗണിച്ച് അകറ്റുകയാണ്. വെറും ചാണകസംഖി. ടി ജിയെ അങ്ങനെ മനസ്സിലാക്കാനുള്ള ബൗദ്ധിക ത്രാണി മാത്രമേ മലയാളക്കരയ്ക്കുള്ളൂ. അങ്ങനെ അടയാളപ്പെടുത്തുന്നവരെ പഴിച്ചിട്ടൊട്ട് കാര്യവുമില്ല. കാരണം ഒരു കപ്പൽ യാത്രികൻ അറിയാവുന്ന സമുദ്രത്തെ കട്ടവഞ്ചിയിൽ കടലിൽ ഇറങ്ങുന്ന മത്സ്യത്തൊഴിലാളിക്ക് ഒട്ടും തന്നെ പരിചയമുണ്ടാവില്ല. അതുപോലെ ഒരു മുങ്ങിക്കപ്പലിലെ ജീവനക്കാരൻ അനുഭവിക്കുന്ന കടലാഴം കടലകുറിച്ചും കരയിലിരുന്നും തിരയെണ്ണുന്ന കമിതാക്കൾക്ക് തീരെ പിടികിട്ടിയെന്ന് വരില്ല. അതുപോലെയാണ് വൈമാനികൻ കാണുന്ന കടലിനെ കടൽപ്പാലത്തിലിരുന്ന് ചൂണ്ടയിടുന്നവന് ലെവലേശം മനസ്സിലാവാതെ പോകുന്നതും. ഒരൊറ്റ കടലാണ് പലർക്കും പലതായി മാറുന്നത്. നമ്മൾ ആരാണോ, നമ്മളെന്താണോ, നമ്മളെങ്ങനെയാണോ, അങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച കടൽ. ടി ജി സാറും അങ്ങനൊരു കടലാണ്. അറിവിന്റെ ആഴവും അനുഭവങ്ങളുടെ പരപ്പും ക്ഷോഭത്തിന്റെ കാറ്റും വിമർശനത്തിന്റെ കോളും നർമ്മത്തിന്റെ തിരയടിയും ദേശീയതയുടെ വേലിയേറ്റവുമൊക്കെയായി കഴിയുന്ന ഒരു മഹാസമുദ്രം. ഒട്ടും ശാന്തമല്ലാത്ത അല്ലെങ്കിൽ അശാന്ത സമുദ്രം. അതാണ് ടി ജി മോഹൻദാസ് സാർ. സംഗീതവും ദേശീയതയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് എൻ്റെ ഉള്ളിലെ ഒരു തോന്നൽ. തീരത്തു നിന്ന് ഒരു ടീസ്പൂൺ കൊണ്ട് അല്പം തിരവെള്ളം കോരി രുചിച്ചിട്ട് വെറും ഉപ്പുവെള്ളം, അങ്ങനെ കടലിനെ നിരൂപിക്കുന്നവനെ പോലാണ് പ്രബുദ്ധ മലയാളികൾ ടി ജിയെ നിരൂപിക്കുന്നതും. നമ്മുടെ ടി ജി സാറിന് ബൗദ്ധിക ഗുസ്തി പിടിക്കാൻ കഴിയുന്ന ഒരു ഗോതയല്ല കേരളം. കൊമ്പുകൊണ്ട് പരസ്പരം കുത്തുന്ന ഒരു മത്സരത്തിൽ ആനയ്ക്ക് കൊതുകുമായി മത്സരിക്കേണ്ടി വന്നാലുള്ള സ്ഥിതി എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആനയ്ക്കും കൊതുകിനും കൊമ്പുണ്ട്. അതിന്റെ പേരിൽ ഒരു കൊമ്പ് കുത്തൽ മത്സരത്തിൽ അവർ തമ്മിൽ പരസ്പരം മത്സരിച്ചാൽ എന്താവും സംഭവിക്കുക? ആനയെ കുത്താൻ കൊതുകിന് പറ്റും, തീർച്ചയായിട്ടും പറ്റും. എന്നാൽ കൊതുകിനെ കുത്താൻ ആനയ്ക്കൊട്ട് കഴിയുകയുമില്ല. എത്ര ശ്രമിച്ചാലും കഴിയില്ല. അത് ആനയുടെ പരിമിതിയാണോ? ഒരിക്കലുമല്ല. എന്നാൽ അങ്ങനെയാണെന്ന് കാണുന്നവരാണ് പ്രബുദ്ധർ. അതാണ് പ്രബുദ്ധ ബുദ്ധി. പ്രബുദ്ധരെ സംബന്ധിച്ച് കേരളത്തിലെ ലക്ഷണമൊത്ത ബുദ്ധിജീവി അല്ലെങ്കിൽ ബുദ്ധിജീവികൾ എന്ന് പറയുന്നത് ആ നുണയിടവും അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീ ചിത്രനുമൊക്കെയാണ്. ധൈഷണിക ശക്തിയിൽ വെറും കൊതുകുകളായിട്ടുള്ള അവറ്റകളെ ഒറ്റ കൊമ്പരായി കണ്ട് ആഘോഷിക്കുന്ന ഈ പ്രബുദ്ധ ലോകത്തിന് ടി ജിയെ പോലൊരു മനുഷ്യ സമുദ്രത്തെ മനസ്സിലാക്കാനുള്ള ബൗദ്ധിക ത്രാണിയില്ല. അതിനവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വല്ലാത്ത ഒരുതരം ചളിപ്പാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ടി ജി സാറിനെ കുറിച്ച് ഇങ്ങനെ വാചാലനാവുമ്പോൾ വാസ്തവത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അല്പം ചളിപ്പ് എനിക്കുണ്ട്. ഇന്നാളൊരിക്കൽ ടി ജി സാർ ഈ പോങ്ങനെ പറ്റി അനുകൂല ഭാവത്തോടുകൂടി സംസാരിച്ചിരുന്നു. അതിനുള്ള പ്രത്യുപകാരമായി ഞാൻ നടത്തുന്ന പുകഴ്ത്തൽ കർമ്മമായി ആരെങ്കിലും എന്റെ ഈ സംസാരത്തെ തെറ്റിദ്ധരിക്കുമോ എന്ന ചിന്തയല്ല എന്റെ ഉള്ളിൽ ചളിപ്പ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. പോങ്ങൻ നന്ദിയില്ലാത്ത ഒരു ജീവിയാണെന്ന് നല്ലോണം അറിയാവുന്നവരാണ് എന്റെ പ്രേക്ഷകർ. ഞാനൊരു നന്ദി കെട്ടവനാണ്. അതുകൊണ്ട് പ്രത്യുപകാരത്തിനും പുറം ചൊറിയലിനും ഒന്നും ഈ നന്ദികെട്ട പോങ്ങൻ നിൽക്കില്ല എന്ന് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. സത്യത്തിൽ ടി ജി സാറിന്റെ അറിവിനെ അളക്കാനുള്ള പാങ്ങുള്ളവനല്ല പോങ്ങൻ. അതാണ് പോങ്ങന്റെ ഒരു ചിന്ത. അദ്ദേഹത്തെ പ്രശംസിക്കാൻ പോയിട്ട് പരാമർശിക്കാൻ പോലുമുള്ള അർഹതയോ യോഗ്യതയോ എനിക്കില്ല. ആ ബോധ്യമാണ് എന്നെ ചളിപ്പനാക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കാര്യത്തിൽ പക്ഷേ ഞാൻ അദ്ദേഹത്തെക്കാൾ വലിയവനുമാണ്. അത് പറയുമ്പോൾ എല്ലാം പറയണല്ലോ. പോങ്ങനാവുമ്പോൾ എന്തെങ്കിലും ഒരു പൊങ്ങച്ചം പറയാതെയും പോകാൻ പറ്റില്ലല്ലോ, അല്ലേ? പക്ഷേ ഇത് പൊങ്ങച്ചല്ല, സത്യമാണ്. അത് സമ്മതിക്കാതിരിക്കാൻ ടി ജി സാറിനും കഴിയില്ല എന്നാണ് എന്റെ ബോധ്യം. കാരണം ടി ജി സാർ സത്യപ്രിയനാണ്. ശാരീരികമായിട്ടുള്ള എന്റെ ഔന്നത്യം, ഞാൻ പേറുന്ന മേനിഭാരം, ദേഹവിസ്തൃതി, അല്ലെങ്കിൽ അതിന്റെ ആ ചുറ്റളവ്, അതുപോലെ എന്റെ ഈ ശിരോകേശം, ഇവയിലൊക്കെ തീർച്ചയായിട്ടും ഈ പോങ്ങൻ ടി ജി സാറിനെ തീർത്തും നിലംപരിശാക്കാൻ യോഗ്യനാണ്. തീർത്തും നിലംപരിശാക്കി കളയും. തണ്ടും തടിയും മുടിയും തൂക്കവും നോക്കുമ്പോൾ ടി ജി സാർ എനിക്ക് മുന്നിൽ ദയനീയനാവുമെന്നത് അദ്ദേഹം പോലും അംഗീകരിക്കും. പക്ഷെ തണ്ടും തടിയും മുടിയും ഒന്നും അല്ലല്ലോ ഒരു മനുഷ്യന് മഹത്വം പകരുന്നത്, അല്ലേ? ഇന്റർനെറ്റ് ലഭ്യമല്ലാതെ വരികയും ഗൂഗിളും വിക്കിപീഡിയയും മറ്റും പ്രാപ്യമല്ലാത്ത സാങ്കേതിക സാഹചര്യം സംജാതമാവുകയും ചെയ്താലും നമ്മുടെ ടി ജി മോഹൻദാസിന്റെ ബുദ്ധിജീവിത്വത്തിന് ശകലം പോലും ഊനം തട്ടില്ല. ഏത് സാമൂഹ്യ സാങ്കേതിക സാഹചര്യത്തിലും ബുദ്ധിസ്ഥിരതയും
സൈദ്ധാന്തിക ഗുണനിലവാരവും വൈജ്ഞാനിക സമൃദ്ധിയും അതെല്ലാം മണ്ടയിൽ സൂക്ഷിക്കുന്ന ആളാണ് ടി ജി സാർ. തൽക്കാലം ടി ജി സാറിന്റെ അറിവിന് മേൽ കൂടുതൽ അതിശയിക്കാൻ പോകാൻ നിൽക്കുന്നേയില്ല. ആ മനുഷ്യന്റെ അറിവിനെ മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തിന്റെ തിരിച്ചറിവ് ശേഷിയെ മാത്രം പോകാൻ വിസ്മയത്തോടുകൂടിയും ആദരവോടെയും ഒന്ന് അഭിസംബോധന ചെയ്യുകയാണ്. അല്ലെങ്കിൽ ചെയ്യാതെ പറ്റില്ലെന്ന മട്ടിലാണ് ഇപ്പോൾ എന്റെ മനോഗതി. കാരണം അത്തരമൊരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സാഹസത്തിന് മുതിരുന്നത്. ഇപ്പോൾ നമ്മുടെ ടി ജി സാറിന്റെ ഒരു വീഡിയോ പോകാൻ കണ്ടു തീർത്തതേ ഉള്ളൂ. മറ്റെങ്ങും പ്രദർശിപ്പിക്കാതെ തനിക്ക് വേണ്ടി മാത്രം സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഏതാണ്ട് 1.25 മണിക്കൂറോളം നീളുന്ന ഒരു വീഡിയോ വെറും 4 അരിമുറുക്കകളുടെ സഹായത്തോടു കൂടി ഒറ്റയിരുപ്പിന് കണ്ടു തീർത്ത ഉടൻ നാവുമെടുത്ത് ഈ സംസാരത്തിനായി പോങ്ങൻ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. ഓർക്കണം, 20 കൊല്ലമായി ഈ പോങ്ങൻ ഒരു വ്യക്തിയുമായി സാഹോദര്യ സൗഹൃദം കൊണ്ടു നടക്കുന്നു. 20 കൊല്ലമായി. ഇതിനിടയിൽ അല്പകാലമൊഴിച്ച് ദിവസവും മണിക്കൂറുകളോളം ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആകാശത്തിന് ചുവട്ടിലുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രമല്ല കേട്ടോ, ആകാശം ഉൾപ്പെടെ അതിനും അപ്പുറത്തുള്ള കാര്യങ്ങളിലേക്ക് വരെ സംസാരം ചെല്ലും. അത്രയും സുദീർഘവും വിശാലവുമായി സംസാരം നടത്തുന്നവരായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു കഴിവ് തിരിച്ചറിയാനോ ആസ്വദിക്കാനോ എനിക്ക് ഒട്ടും തന്നെ സാധിച്ചിട്ടില്ല. എത്ര പരിതാപകരമാണ് എന്റെ തിരിച്ചറിവ് ശേഷി എന്നാണ് ഞാനിപ്പോൾ ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് ചിന്തിക്കുന്നത്. ഒരുപക്ഷെ അക്കാലത്ത് ഞാൻ തികഞ്ഞ ഒരു മദ്യപനായിരുന്നു, ഗംഭീരമായി കുടിക്കുമായിരുന്നു. അദ്ദേഹമാണെങ്കിൽ കുടി വെടിഞ്ഞ് ഒരുമാതിരി ഇരിക്കപ്പുണ്യാളനായി വിലസുന്ന കാലവും. എന്റെ കുടിയാവാം സ്വന്തം തിരിച്ചറിവ് ശേഷിയെ മറച്ചു വെച്ചതെന്ന് കണ്ട് ഞാനിപ്പോൾ സത്യമായിട്ടും ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാലും ഓർക്കണം, ഓർക്കൗട്ട് കാലം മുതലുള്ള ഞങ്ങളുടെ കൂട്ട് ഈ യൂട്യൂബ് കാലത്തേക്ക് വളർന്നു വന്നു. എന്നിട്ടും ജ്യേഷ്ഠ സഹോദരന് തുല്യനായിട്ടുള്ള ആ മുതിർന്ന സുഹൃത്തിന് ഇങ്ങനെയും ഒരു കഴിവുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത്. അതും നമ്മളുടെ ടി ജി സാർ പറഞ്ഞപ്പോൾ മാത്രം. ഈ ടി ജി സാറും ആ മനുഷ്യനും തമ്മിലുള്ള സൗഹൃദം സംഭവിച്ചിട്ട് അധികകാലമായിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. എങ്കിലും എത്ര പെട്ടെന്നാണ് ടി ജി സാർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ ആ കഴിവുകൾ മനസ്സിലാക്കിയെടുത്തത്, അത് നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അതാ പറഞ്ഞത്, അറിവിൽ മാത്രമല്ല തിരിച്ചറിവിലും നമ്മുടെ ടി ജി സാർ മഹാകരുത്തനാണ്. കറണ്ടും പോയി. എന്തായാലും ഒരു ചെറു വെളിച്ചമുണ്ട്, അത് മതിയല്ലേ? അപ്പൊ നമുക്കത് ഇങ്ങോട്ടേക്ക് എടുത്തു. എവിടെ പറഞ്ഞു നിർത്തി? ടി ജി സാറിന്റെ തിരിച്ചറിവിനെ കുറിച്ചും അറിവിനെ കുറിച്ചും. അതായത് അപ്പോൾ നമ്മുടെ ഈ അറിവ് മാത്രമല്ല തിരിച്ചറിവിലും നമ്മുടെ ടി ജി സാർ മഹാകരുത്തനാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്തായാലും ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞു വന്നതെന്ന കാര്യം പലർക്കും ഇതിനോടകം തീർച്ചയായിട്ടും മനസ്സിലായി കാണും. മനസ്സിലാവാത്തവരും ഉറപ്പായിട്ടും കണ്ടേക്കാലോ അല്ലേ? അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. അല്ലെങ്കിൽ ഈ കറണ്ടില്ലായ്മ മനച്ചുകൊണ്ട് ടി ജി സാർ തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരട്ടെ അല്ലേ? ഒരുപാട് കാലമായി മലയാള സിനിമയിൽ നിങ്ങൾ കാണുന്ന പോസ്റ്ററുകൾ, ടൈറ്റിൽസ്, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഗായത്രി അശോക്. ചിത്രകാരനാണ്, തിരക്കഥാകൃത്താണ്, മമ്മൂട്ടിയുടെ വലങ്കയ്യുമാണ്. എന്ന് വെച്ചാൽ ഈ സുമലതയെ വരയ്ക്കുന്ന ഒരു പാട്ടുരംഗത്തിനകത്ത് സുമലതയെ വരയ്ക്കുന്ന മമ്മൂട്ടിയെ കാണിക്കുന്നുണ്ട്. ആ മമ്മൂട്ടിയുടെ വലം കൈ തീർച്ചയായിട്ടും ഈ അശോകേട്ടനാണ്. ഏതാണ്ട് ഇന്നത്തെ എൻ്റെ പ്രായം അശോകേട്ടൻ ഉണ്ടായിരുന്ന കാലത്താണ് ഞങ്ങളുടെ ചെങ്ങാത്തം ആരംഭിക്കുന്നത്. വർഷം 20 കഴിയാറായി. നിത്യവും മണിക്കൂറുകൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈനംദിന ജീവിത വിശേഷങ്ങൾ പോലും ഉഗ്രനൊരു കഥ പോലെ പറയുന്ന അശോകേട്ടൻ ഇത്ര ഗംഭീരമായി പാടുമെന്ന് മാത്രം എനിക്ക് പിടികിട്ടാതെ പോയി എന്നുള്ളതാണ് നേര്. അതാണല്ലോ ഞാൻ ഇത്രയും നേരം അതിൻ്റെ ഒരു കുണ്ഠിതത്തിലാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ സംഗീതത്തോട് യാതൊരുവിധ താല്പര്യവും ഇല്ലാത്ത എന്നോട് അതിനെപ്പറ്റി പറയുന്നതും ഏത്തക്കയുടെ ഗുണഗണങ്ങൾ ഒരു പോത്തിനോട് വർണ്ണിക്കുന്നതും ഒരുപോലെയാണ് എന്ന ഒരു മനസ്സിലാക്കൽ കൊണ്ടാവാം അശോകേട്ടൻ എന്നോട് സംഗീതത്തിലുള്ള തൻ്റെ പിടിപാടിനെ പറ്റി പറയാതിരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും കറണ്ടില്ലായ്മയെ മാനിച്ചുകൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല. പത്രിക എന്ന യൂട്യൂബ് ചാനലിൽ ടി ജി സാറും അശോകേട്ടനും തമ്മിൽ നടന്ന സംസാരവും പാട്ടുമൊക്കെ ഉണ്ട്. സംഗീതം പോലെ ആസ്വദിക്കാവുന്ന സംസാരം എന്നും പറയാം, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. സംഗീതം പോലെ ആസ്വദിക്കാവുന്ന സംസാരം. ഇത് ഇന്ന രാഗമാണെന്ന് അറിയാതെ തന്നെ ഇത് ആസ്വദിക്കുന്ന ഒരു തലമുറ നമുക്ക് ഉണ്ടായി വന്നിരുന്നു എന്നുള്ളതാണ്. അതേ തുടർന്ന് ഒരുപക്ഷെ അങ്ങനെയായിരിക്കണം ഈ അമ്പലപ്പറമ്പിൽ നിന്ന്
പാട്ട് കച്ചേരി മാറിയിട്ട് ഗാനമേള കയറി വരാനുള്ള കാര്യം അതായത് ഒരു കാരണം അതാണ്. കാരണം ക്യാപ്സൂളായിട്ട് ഇത് കിട്ടുന്നത് കൊണ്ടുള്ള ഒരു മെച്ചാണ്. പക്ഷെ ഇപ്പൊ അത് മാറി വരുന്നുണ്ട്. ഗാനമേള മാറിയിട്ട് വീണ്ടും കച്ചേരിയിലേക്ക് പോകുന്നുണ്ട് ചെറുപ്പക്കാർ. സാറ് ഇപ്പൊ പഴയ ആ ഗാനമൂർത്തിയൊക്കെ ഇല്ലേ, അയ്യോ ചെമ്പൈ സംഗീതോത്സവത്തിന് ഗുരുവായൂര്. സമയവും സൗകര്യവും ഒക്കെ ഉള്ളവർ തീർച്ചയായും അതൊന്ന് കേൾക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി ഈ പോങ്ങൻ അഭ്യർത്ഥിക്കുന്നു. സമയവും സൗകര്യവും ഇല്ലാത്തവർ അത് രണ്ടും കണ്ടെത്തി ആ വീഡിയോ കണ്ടു കേൾക്കണമെന്ന് ഏറെ വിനീതമായി പോങ്ങൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ യൂട്യൂബ് പോലൊരു സാങ്കേതിക സാഹചര്യം ലോകത്തിന് ലഭ്യമാക്കിയിട്ടുള്ള ഹാർഡ് ഹാർലി, സ്റ്റീവ് ചെൻ, ജാവേദ് കരീം എന്നിവർക്കും ഒപ്പം യൂട്യൂബ് ഏറ്റെടുത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഗിളിനും നന്ദി. യൂട്യൂബ് ഉള്ളതുകൊണ്ടാണല്ലോ TG സാറിൻ്റെയും അശോകേട്ടൻ്റെയും ഒക്കെ ശബ്ദം ഇപ്പോഴും ഈ സമൂഹത്തിലെ കുറച്ചെങ്കിലും ആളുകൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എന്നെ പോലുള്ള അല്പജ്ഞാനികളും അതുപോലെ ഗൂഗിളാനന്തര കേരളത്തിലേക്ക് ജനിച്ചു വന്ന ഗൈക്കളും ബ്രോക്കളുമൊക്കെ ഇവിടെ നടത്തുന്ന സാമൂഹ്യ ക്ഷതത്തിന് പരിഹാരമാകാൻ TG സാറിനെയും അശോകേട്ടനെയും പോലുള്ള പ്രതിഭാശാലികളായിട്ടുള്ള സർഗസിദ്ധരുടെ സാന്നിധ്യം തീർച്ചയായും ഈ യൂട്യൂബിനെ സഹായിക്കും. സമൂഹത്തിനും അത് വലിയൊരു ആശ്വാസമായിരിക്കും. ഈ ഇടം നിലവാരമുള്ള ഒരു സാങ്കേതിക കലുങ്കായി മാറും എന്നുള്ള ഒരു തോന്നൽ പോങ്ങനുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ മാറട്ടെ. എന്തായാലും മുതിർന്ന തലമുറയ്ക്ക് ചെവി കൊടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ കടമയാണെന്ന് കാണുന്നത് കൊണ്ടാണ് എന്നെ കേൾക്കുന്ന സജ്ജനങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് പോങ്ങൻ ക്ഷണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അശോകേട്ടനും സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുണ്ട്. സിനിമാ കാര്യങ്ങളാണ് അതിൽ സംസാരമാകുന്നത് എന്ന് കരുതി കോക്കുണ്ടിമാരുടെ കൂട്ടുള്ള നിരൂപണ വധമോ അതല്ലെങ്കിൽ സർവാദരണീയനായിട്ടുള്ള നമ്മുടെ ശാന്തി വിളയൻ ദിനേശൻ അവർകൾ സാറിനെ പോലെ അദ്ദേഹം പറയുന്ന പോലുള്ള പിന്നണി കഥകളോ ഒന്നുമല്ല അതിലുള്ളത്. പരദൂഷണങ്ങളോ നടീനടന്മാരുടെ സ്വഭാവ സവിശേഷതകളോ ഒന്നും അവിടെ കേൾക്കാൻ കിട്ടിയെന്ന് വരില്ല. എങ്കിലും സിനിമയെ അറിയുന്നവർക്കും സിനിമയെ അറിയേണ്ടവർക്കും ഒരുപോലെ ഉതകുന്ന ഒരു ചാനലാവും അത് എന്നുള്ള ബോധ്യം അല്ലെങ്കിൽ ഉറപ്പ് പോങ്ങനുണ്ട്. പത്രികയുടെ ലിങ്കിനൊപ്പം തീർച്ചയായിട്ടും അശോകേട്ടന്റെ ചാനലിന്റെ ലിങ്ക് കൂടി പോങ്ങൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അദ്ദേഹത്തെ കൂടി കേൾക്കാനുള്ള സൗമനസ്യം കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അതുപോലെ തന്നെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അശോകേട്ടനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഏവരെയും ഉഗ്ര സ്നേഹത്തോടുകൂടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പോങ്ങൻ അടുത്ത അരിമുറുക്കിലേക്ക് നാവ് നീട്ടുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദയവായിട്ട്. ഉഗ്രൻ അരിമുറുക്ക്. ഇടു